ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്നറിയാമോ? നല്ല നാടൻ പഴങ്കഞ്ഞിയാണ്. അപ്പോൾ ഈ പഴങ്കഞ്ഞി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കറികളൊക്കെയാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കുന്നത് ചൂര പൊരിച്ചതാണ്. അപ്പോൾ ചൂര ചെറിയ ചൂരയാണ്. അപ്പോൾ ആ ചൂര ഞാനിവിടെ 2 ചൂരയാണ് എടുത്തേക്കുന്നത്. അത് വറുത്ത് ഫസ്റ്റിലെ തന്നെ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ചൂരത ഒരു വശം നല്ല രീതിയിൽ മൂത്ത് അടുത്ത വശവും നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട്. ഇനി മറിച്ചും തിരിച്ചു വിട്ട് ഇത് പൊരിച്ചെടുക്കാം. അടുത്ത നമ്മൾ സ്പെഷ്യലായിട്ട് പഴങ്കഞ്ഞിക്ക് തയ്യാറാക്കുന്നത് ചീനി ഇളക്കിയതാണ്. അപ്പോൾ ചീനി ഇളക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചീനി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സാധാരണ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ ചീനിയും പഴങ്കഞ്ഞിയും കൂടെ കുടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ, എങ്കിലേ പഴങ്കഞ്ഞിക്ക് എന്ത് സ്പെഷ്യൽ കറി ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളും കൂടെ ഒന്ന് പഴങ്കഞ്ഞി കുടിച്ച് നോക്കണം, സൂപ്പറായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് ഇതാണ് കേട്ടോ. അപ്പോൾ ചീനി തയ്യാറാക്കി എടുക്കുകയാണ് നമ്മൾ പഴങ്കഞ്ഞി കുടിക്കാനായിട്ട്. അടുത്ത നമ്മുടെ സ്പെഷ്യൽ ഒരു ഫ്രൈ ആണ്. നമ്മുടെ മക്രോണി എന്ന് പറയുന്നത്, ചില നാട്ടിൽ നെയ്ച്ചാള എന്ന് പറയും. ആ ചാള മീനിൻ്റെ കരളാണ് കേട്ടോ. ഇതിനകത്ത് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവ ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അടച്ച് വേവിച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കും. അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പഴങ്കഞ്ഞി കുടിക്കാനാണ് കേട്ടോ ഇത് ഏറ്റവും അടിപൊളി. ചോറ് കഴിക്കാനും സൂപ്പറാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതാ വെള്ളമൊക്കെ പറ്റി നല്ല പരുവത്തി ഇരിപ്പുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പഴങ്കഞ്ഞി ഒന്ന് അറേഞ്ച് ചെയ്താലോ. അപ്പോൾ ഇവിടെ പഴങ്കഞ്ഞി തന്നെ ആദ്യം എടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല റോസരി പഴങ്കഞ്ഞിയാണ് എടുക്കുന്നത്. നമ്മളൊരു ചട്ടി എന്നിവിടെ പഴങ്കഞ്ഞി കുടിക്കുന്ന രീതിയിലില്ല, മീൻകറി തയ്യാറാക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ബേസനാണ് കേട്ടോ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ബേസനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് പഴങ്കഞ്ഞി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചീനി ഇളക്കിയതാണ് കേട്ടോ. അപ്പോൾ ചീനി ഇളക്കിയതാണ് നമ്മുടെ പഴങ്കഞ്ഞിക്ക് വളരെ രുചി നൽകുന്നത്. പിന്നെ ഇതിനകത്തേക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് കാന്താരി മുളക്, പിന്നെ അതിനകത്തേക്ക് മോര് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാം. മോരും കാന്താരി മുളകും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ല മാങ്ങയച്ചാറാണ് കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങയച്ചാറാണ്. അപ്പോൾ മാങ്ങയച്ചാറ്, ചീനി, അതുപോലെ തന്നെ മോര്, കാന്താരി മുളക്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടമുളക് കിട്ടുമല്ലോ, അതുണ്ടാക്കി അതും കൂടെ സംഭവം സൂപ്പറാണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് നാരങ്ങ അച്ചാറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വലിയ നാരങ്ങ അച്ചാറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഇളക്കി നമ്മുടെ ഈ മീൻ പൊരിച്ചതും അതുപോലെ തന്നെ നമ്മുടെ ഫ്രൈ ഉണ്ടല്ലോ, കാരൽ ഫ്രൈ, ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിക്കാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചഭക്ഷണത്തിനുള്ള പരിപാടിയിലോട്ടാണ്. നേരത്തെ നമ്മൾ പനിഞ്ഞിലെടുത്തില്ലായിരുന്നോ, അതിൻ്റെ ആ ഒരു മീൻ നമ്മളിവിടെ വച്ചിട്ടുണ്ട് ഉച്ചക്കത്തേക്ക് വറുക്കാനായിട്ട്. മക്രോണി മീനാണ് നമ്മൾ എടുത്തേക്കുന്നത് വറുക്കാനായിട്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് വറുത്ത് കൊടുക്കാം. അപ്പോൾ രാവിലെ മക്രോണിയുടെ പനിയിലൊക്കെ എടുത്തിട്ട് നമ്മൾ വറുത്താണ് പഴങ്കഞ്ഞി കുടിച്ചേക്കുന്നത്. ഇനി നമ്മൾ ഉച്ചയ്ക്ക് ആ മീൻ എടുത്തിട്ട് വറുക്കുവാണ് കേട്ടോ. അപ്പോൾ മക്രോണി മീനെന്ന് പറഞ്ഞാൽ നല്ല നെയ്യുള്ള വലിയ മക്രോണി ആയിരുന്നു. നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈ മീൻ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പണ്ട് എനിക്ക് കാലെഴുപ്പ് വരുന്ന ടൈമിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും ഡോക്ടർ പറയുന്നത് ഈ മക്രോണി മീൻ വാങ്ങിച്ച് വറുത്ത് കഴിക്കാനായിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ഉച്ചക്കത്തേക്ക് തയ്യാറാക്കുന്നത് രസമാണ്. അപ്പോൾ രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം.
അപ്പോൾ മീനൊക്കെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ രസം തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞ് ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിനകത്ത് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഞാനൊരു 6 വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വറ്റൽമുളക് നല്ല രീതിയിലൊന്ന് ചൂടായി ഒരു ബ്ലാക്ക് കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ബ്ലാക്ക് ആവണ്ട, ചെറുതായിട്ടൊക്കെ ഒന്ന് ബ്ലാക്ക് ആകുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഇതിനെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നായര് പുളി എന്ന് പറയും, അതാണ് ഈ പുളി. അപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ നമുക്ക് ചോറിലൊഴിച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ച സ്പെഷ്യൽ നമ്മൾ ഒഴിക്കാനായിട്ട് തയ്യാറാക്കുന്നത് മോരല്ല, നമ്മുടെ നായര് പുളിയാണ്. അപ്പോൾ മീൻ വറുത്തതും അതുപോലെ തന്നെ നായര് പുളിയും നമുക്ക് ഇന്നത്തെ ഉച്ച സ്പെഷ്യലിന് കഴിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ തന്നെ ഉപ്പൊക്കെ ചേർത്ത് പിഴിഞ്ഞു വെച്ചിരുന്ന പുളിയാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിനകത്തേക്ക് നമ്മൾ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല, ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നായര് പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മഴയൊക്കെ തോന്നുന്ന ചെറിയൊരു നല്ല അന്തരീക്ഷമായിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ വെയിലൊക്കെ അടിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ വെയിലൊക്കെ വന്നിട്ട് മഴയൊക്കെ ഒന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മക്രോണി മീൻ കറി തന്നെയാണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. തേങ്ങ അരച്ച മീൻ കറി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് വഴുതനങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. നല്ല നീളമുള്ള വഴുതനങ്ങ കട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മീൻ കറി ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ചും കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കറിക്ക്. നമ്മുടെ രാത്രിയിലത്തെ സ്പെഷ്യൽ ചപ്പാത്തിയും അതുപോലെ തന്നെ മുട്ടക്കറിയാണ്. അപ്പോൾ ചപ്പാത്തിക്ക് നല്ലൊരു സോഫ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാം ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് ഇളക്കുകയാണെങ്കിൽ നമ്മുടെ ചപ്പാത്തിക്ക് നല്ലൊരു മയവും കിട്ടുന്നതാണ്. നമ്മൾ അരമണിക്കൂറൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നെങ്കിൽ ആ ഒരു രീതി തയ്യാറാക്കി എടുത്താൽ മതിയാകും. ഇന്നത്തെ സ്പെഷ്യൽ ചപ്പാത്തിക്ക് മുട്ടക്കറിയാണ്. അപ്പോൾ ഈ ഒരു മുട്ടക്കറി തയ്യാറാക്കുന്നത് കാന്താരി മുളക്, അതുപോലെ തന്നെ തേങ്ങ, ഇഞ്ചി, കുരുമുളക് ഇതൊക്കെ ചേർത്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ പിന്നീടൊരു ദിവസം ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതൊക്കെ തന്നെയാണ് രാവിലെ മുതൽ രാത്രി വരെയുള്ള എൻ്റെ അടുക്കള വിശേഷങ്ങൾ. അപ്പോൾ കഴിക്കാനായിട്ട് ചപ്പാത്തിയും അതുപോലെ തന്നെ മുട്ടക്കറിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടുക്കള വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.